സാമ്പ്രാണിക്കൊടി പോവുക. ചിരിക്കുന്ന എന്തിനാ? അമ്മച്ചന് അപ്പോഴേ ഭയങ്കര ചൂടായിരിക്കും. ആ കൊട ഇങ്ങോട്ട് തരുമോ? ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് സാമ്പ്രാണിക്കൊടിയിലാണ്. നല്ല അടിപൊളി ഒരു വ്യൂ സ്പോട്ടാണ് കൊല്ലത്തുള്ളത്, സാമ്പ്രാണിക്കൊടി. അപ്പോൾ കുറേ നാളോട് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവിടെ വരണമെന്ന്. ഇന്നത് സാധിച്ചു കിട്ടി. അപ്പം ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. ഇതാ നോക്കൂ, ഒരു മുതലേ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്നു. കുറേ ആൾക്കാരുണ്ടായിരുന്നു പോകാൻ വേണ്ടി. അപ്പോൾ അവർ വോട്ട് പോയതിന് ശേഷമാണ് ഞങ്ങൾക്ക് പോകാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെ നോക്കിയപ്പോൾ എന്താ നിറയെ പഞ്ചാരപ്പഴം നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് അതൊക്കെ പിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ബോട്ടിങ്ങിനുള്ള പൈസ കൊടുത്തു. ഒരാൾക്ക് 150 രൂപയാണ്. പിന്നെ അവിടുത്തെ കുറേ അമ്മച്ചിമാരൊക്കെ പിച്ച് പഠിച്ച് തിന്നുന്ന കണ്ടിട്ടില്ലേ ഗൈസ്. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ പഴുത്തത് നമ്മൾ പിച്ച് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ പഴുക്കാത്തത് പിച്ച് കഴിക്കുന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ പഴുത്തത് അത്രയും മധുരം ഇല്ലെങ്കിലും പച്ച കളറിലുള്ളത് നല്ല മധുരം വരുന്നു. അത് എൻ്റെ ടേസ്റ്റ് ബഡ്സിൻ്റെ വല്ല കുഴപ്പമാണോന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞങ്ങൾ എനിവേസ് ബോട്ടിൽ കയറി. ഞങ്ങളുടെ ചേച്ചി രണ്ടാമത് സീറ്റ് ഇരിക്കാൻ പോകും. ഞാൻ പിന്നെ പിടിച്ച് ഫസ്റ്റ് ഇരുത്തി, കാരണം ഞാനും ഫസ്റ്റ് ഇരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സാമ്പ്രാണിക്കൊടി എത്തി. അവിടുന്ന് വീണ്ടും നമ്മൾ ബോട്ടിൽ പോകണം. അത് ഒരാൾക്ക് 100 രൂപയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരെയും പിടിച്ച് വരൂ 1 മണിക്കൂർ ചുറ്റി കഴിച്ചതിൽ എല്ലാവർക്കും സ്വാഗതം, നിങ്ങൾ കയറൂ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും കയറി. പക്ഷെ ഒരേ ഒരു വിഷമം മാത്രമേ ഉള്ളായിരുന്നു ഗൈസ്. ഭയങ്കര വെയിലായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. കുറച്ച് പേരുടെ കയ്യിൽ തൊപ്പി ഉണ്ടായിരുന്നു, കുടയുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ കയ്യിൽ കുടയില്ലായിരുന്നു. അതാണ് അപ്പൂസിൻ്റെ മുഖത്തൊരു വിഷമം. അതിനുശേഷം എന്തായാലും കുടയോ ഇല്ല. എന്നാലും വന്ന സ്ഥിതിക്ക് ഇതൊന്നും നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അപ്പം ഞങ്ങൾ മഴയില്ല, വെയിലാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചെന്ത് ചെയ്തു, ഈ പൊരി വെയിലത്ത് വിഷമം മാറ്റാൻ കുറച്ച് മാങ്ങ ഉപ്പും മുളകും ഇട്ട് കഴിച്ചുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ ദാണ്ടുന്നാ പോകുന്നു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷെ ഒരേ ഒരു പ്രശ്നമുള്ളൂ, ഞാൻ പറഞ്ഞല്ലോ, വെയിൽ. അത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ടിരുന്ന ആ വിഷമം മറക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാലും മറക്കാൻ ഒട്ടും പറ്റുന്നില്ല, അത്ര വെയിലായിരുന്നു. ഇപ്പോഴും എനിക്ക് ആ തലവേദനയുണ്ട്. എന്ത് ചെയ്യാനാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണ് ക്ലാരിറ്റി കുറഞ്ഞ് വെട്ടപടിച്ച് എനിക്ക് വീഡിയോ എടുക്കാൻ ഫോൺ ഓണാക്കാൻ പോലും പറ്റില്ല. ഫോൺ ഓണായിട്ടാണോ ഇരിക്കുന്നത് ഓഫായിട്ടാണോ ഇരിക്കുന്നത് പോലും മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലാണ് ഫോൺ ഇരുന്നത്. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഫോണിലാണ് ഞാനിപ്പോൾ ഇനി വീഡിയോ പിടിച്ചത്. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. ഒട്ടും ക്ലാരിറ്റി ഇല്ല. അല്ലെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് അത് ക്ലാരിറ്റി ഇല്ല. പക്ഷേ ഈ ഫോൺ എടുത്തപ്പോൾ ഒട്ടും ക്ലാരിറ്റി തോന്നിക്കുന്നില്ല. അങ്ങനെ പക്ഷെ നേരിട്ടാണ് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ മറ്റുള്ളവരൊക്കെ വീഡിയോ എടുത്ത് നോക്കി കാണാം, അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ ഞങ്ങളങ്ങനെ പ്രകൃതി രമണീയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ കൂടെ എൻ്റെ ഫോൺ കണ്ടോ പോയിരിക്കുകയാണ്, തകർന്നിരിക്കുകയാണ്. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ടാണ് തണലത്ത് വെച്ചാണ് ക്ലാരിറ്റിയൊക്കെ കൂട്ടിയത്. എന്നിരുന്നാലും എനിക്ക് സ്ഥലങ്ങളും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ വെയിലായിരുന്നു ഭയങ്കര വിഷയമായിരുന്നത്. നമ്മളവിടെ നമ്മൾ രണ്ടാമത്തെ ബോട്ടിൽ കയറി പോകുമല്ലോ സാമ്പ്രാണിക്കൊടി വന്നതിന് ശേഷം. അവിടെ നമ്മൾ ആ ഒരു ബോട്ടിൽ നമുക്ക് റൗണ്ട് ചുറ്റി കറങ്ങാൻ പറ്റും. പക്ഷെ വെയിലായിരുന്നു വിഷയം. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും സൺസ്ക്രീനും കുടയും എല്ലാം ആയിട്ട് വരണം, അല്ലെങ്കിൽ പണി കിട്ടും. തലവേദനയായിരിക്കും, നല്ല തലവേദനയായിരിക്കും. അതിനുശേഷം ഞങ്ങളവിടെ ചുറ്റി കറങ്ങി. ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ തണൽ കാണും. പക്ഷേ ഓവറോൾ വെയിലാണ്, ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പം രാവിലെ ഭയങ്കര വെയിലായിരിക്കുമല്ലോ, രാത്രി മഴയുമായിരിക്കും. അപ്പോൾ ഈ സമയങ്ങളിൽ പോകാതിരിക്കുന്നതായിരിക്കും ബെസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ബോട്ടിങ്ങിന് പോകാതിരിക്കുക, അല്ലാതെ തന്നെ നമുക്കവിടെ ചുറ്റി കറങ്ങി വെള്ളത്തിൽ ഇങ്ങനെ നടക്കാം. എനിക്ക് ഭയങ്കര സ്നേഹം കേട്ടോ. ഓരോ മരം പിടിച്ച് ഞാനും ഒരു മരത്തെ കയറി ഇരുന്നിട്ടുണ്ട് ഗൈസ്. മനസ്സിലായില്ല, പറഞ്ഞില്ല. സൂപ്പർ സാധനം. കുറച്ചുകൊണ്ട് കഴിയുമ്പോൾ നല്ല തണലായിരിക്കും ഗൈസ്. അപ്പൊ നിങ്ങൾ തണല് നോക്കി വരിക. 1 മണിയൊക്കെ 2 മണി 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വൈകുന്നേരം നമുക്ക് ഞാൻ ഫുൾ നിങ്ങളിവിടെ വരുന്ന ആൾക്കാർ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുക. മാങ്ങ എടുത്തുണ്ട്, ആള്
ഹെൽമെറ്റ് ഇട്ടോണം. ബോട്ട് യാത്ര പോകുമ്പോഴത്തേക്ക് നല്ല വെയിലായിരിക്കും, ഫുള്ള് കറക്കുവേ. നമുക്ക് ഇറങ്ങി തിരിച്ച് പോകാം കേട്ടോ. ചൂടാനക്കൊടിയിലാണ് നിൽക്കുന്നത്. അടിപൊളി വൈബാണ്. ഇവിടെ ബെഞ്ചൊക്കെ ഉണ്ട്, നമുക്ക് ബെഞ്ചിൽ പഞ്ചാരപ്പഴത്തിന്റെ ഇതിന്റെ തൈ ഞങ്ങൾ വിടും. ഇത് വിളിക്കുമായിരിക്കും. മധുരപ്രകാരം എടുത്തെടുത്ത് എന്റെ മുട്ട വയ്യായേ. അയ്യോ വെയിലും കാറ്റും ആയതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഒരു നെല്ലിക്കകത്ത് ഐസ്ക്രീമിൽ മുടിക്കിട്ട് ഞങ്ങൾ പോവുകയാണ്. ഗൈസ് വീട്ടിൽ പോവുകയാണ്. എന്റെ മുട്ട വയ്യായേ. അയ്യോ ഇല്ല, അവസാനം ഉണ്ട്. ഇവിടെ ഡോറാ നേരെ. ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് കയറാൻ പോവാ. കുഞ്ഞിക്കളെ പേടിയാവുന്നു. കേറുന്ന വിഷയമില്ല, ഇവിടെ ഇറങ്ങുന്ന പ്രശ്നം. അവിടെ ഞങ്ങൾ കയറട്ടെ. തലയിടിക്കല്ലേ. എങ്ങനെ ഇറങ്ങും? ചേച്ചി? എനിക്ക് പേടിയാണ്. ഇറങ്ങി മണ്ടക്കൂടെ ഇറങ്ങുന്നു. ഉഷാമി എങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി? ഉഷാമി എങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങുന്ന എങ്ങനെയാ? എനിക്കറിയാം. അതെങ്ങനെയൊക്കെ നമുക്ക് അങ്ങ് കുത്തിയിരിക്കാം. അതാ ഞാൻ പറഞ്ഞത്, അഴീക്കര നല്ല വിസ്താരം, നമുക്ക് നിക്കാന് ഭയങ്കര ഇതാന്ന് വെച്ചാൽ ഒത്തിരി വീതിയില്ല. ടോപ്പ് പിടിക്കുക. കാല്